ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ മോർണിംഗ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് നോക്കി, ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. എക്സ്റേ ഡിഫ്രാക്ഷൻ നോക്കി അല്ലേ, ദെൻ ബ്രാഗ്സ് ലോ നോക്കി, ദെൻ ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ നോക്കി. അതിൻ്റെ ഒന്ന് രണ്ട് മെത്തേഡ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷനിൽ 3 മെത്തേഡ്സ് ആണല്ലോ, 3 ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ലവ് മെത്തേഡ്, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ആൻഡ് പൗഡർ മെത്തേഡ്. ലവ് മെത്തേഡ് ഞാൻ പറഞ്ഞു, അത് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് ഡിഫ്രാക്ഷൻ ഡാറ്റ. ഹിയർ സിംഗിൾ ക്രിസ്റ്റൽസ് ഓർ പോളി ക്രിസ്റ്റൽസ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, so but the crystal is held stationary in this case. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ല, ഒരു വൈറ്റ് റേഡിയേഷൻ ഈസ് ഡയറക്റ്റഡ് ടു ദി ദിസ് ഫിക്സഡ് ദി സ്റ്റേഷനറി ക്രിസ്റ്റൽ. സോ എ പർട്ടിക്കുലർ വേവ് ലെങ്ത്, അത് അനുയോജ്യമായ വേവ് ലെങ്ത്, ഇത് നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടാൻ വേണ്ടി അനുയോജ്യ വേവ് ലെങ്ത് നമുക്ക് പ്രോപ്പർ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ തരും. ഓക്കെ, റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പൊസിഷനിലെ ആ പ്ലെയിനും നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൻ്റെ ആ റൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ വിൽ ഗെറ്റ് ദി പ്രോപ്പർ ഡിഫ്രാക്ഷൻ. സെക്കൻഡ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡായിരുന്നു. അതിൽ വി ആർ യൂസിങ് എ മോണോക്രോമാറ്റിക് എക്സ്റേ ബീം ഈസ് യൂസ്ഡ്. Here also a single crystal is used, but the single crystal is rotated about a particular fixed axis. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സോ വൈൽ റൊട്ടേറ്റിംഗ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലെയിൻ, അതായത് ഏതെങ്കിലും ഒരു ഡിഫ്രാക്ഷൻ, പ്രോപ്പർ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ തരുന്ന ഒരു പ്ലെയിൻ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സോ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് എ ഡിഫ്രാക്റ്റഡ് റേസ്, and hence we will get the we can determine the structure, crystallographic structure. Okay, and third one is a powder method. Powder method ന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. So in this is the most commonly used X-ray technique, diffraction technique for the determination of crystal structure. Here a powdered specimen is used. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ഒരു സ്പെസിമെൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു കാപ്പിലറി ട്യൂബിലാണ് സ്പെസിമെൻ ഉള്ളത്. അപ്പോൾ ഇതൊരു ക്യാമറയാണ്, അതിൻ്റെ അകത്താണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിം ഉള്ളത്. ഓക്കെ, എക്സ്റേ ഉണ്ട്, അത് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു കൊളിമീറ്റർ വഴിയാണ് നമ്മൾ ഈ സ്പെസിമെനിലേക്ക് കൊടുക്കുന്നത്. ട്രാൻസ്മിറ്റഡ് റേസ് പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് ഹോൾ ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇറ്റ്സ് ഓൾസോ കോൾഡ് Debye-Scherrer method. It consists of a cylindrical camera called Debye-Scherrer camera, whose length is small as compared to the diameter. The finely powdered sample is filled in a thin capillary tube and mounted at the center of the camera. Figure നിങ്ങളിപ്പോൾ കണ്ടതാണ്. The capillary tube should be of a diffracting material. A collimated beam of monochromatic X-ray is produced by passing the X-rays through a filter and a collimator. The collimated beam enters the camera through the collimator and strikes the powdered sample. Okay, since the specimen contains a large number of small crystallites with random orientation, almost all the possible theta and d values are available. So നമുക്ക് അവിടെ നിന്ന് നമുക്ക് വേണ്ട പ്രോപ്പർ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ നമുക്ക് കിട്ടും. ആൻഡ് വിൽ ഗെറ്റ് ദി ഡിഫ്രാക്റ്റഡ് ഇമേജ്. ഡിഫ്രാക്റ്റഡ് ഇമേജ് നമുക്ക് കിട്ടുന്നത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കി 2 കോണിക്കൽ ഇതായിട്ടാണ് നമ്മൾ ഡിഫ്രാക്റ്റഡ് റേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫ്രാക്റ്റഡ് ഇമേജ് വെച്ച് നമുക്ക് ഫർദർ അനാലിസിസ് ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. നമ്മൾ ഡിഫ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഡിഫ്യൂഷൻ ചില ടേംസ് വന്നിട്ടുണ്ടാവും. ഡിഫ്യൂഷൻ, ഇറ്റ് ഈസ് ദ ഫെനോമിനൻ ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ബൈ അറ്റോമിക് മോഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാസ് ഫ്ലോ ബൈ വിച്ച് ആറ്റംസ് ചേഞ്ച് ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദെയർ നെയ്ബേഴ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് തെർമൽ എനർജി ആൻഡ് എ ഗ്രേഡിയൻറ്റ്. അല്ലേ, നിങ്ങൾക്കിത് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്ക് പറയാം. Simply we can say that the migration of atoms from one lattice site to another lattice site, that is called as diffusion.
ഒരു ലാറ്റിസ് പൊസിഷനിൽ നിന്ന് ആറ്റംസ് വേറെ ലാറ്റിസ് പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡിഫ്യൂഷൻ എന്ന് പറയും. അത് ചിലപ്പോൾ ഒരു വേക്കൻസി പൊസിഷനിലാവാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലാവാം, അല്ലെങ്കിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നതാവാം ആറ്റംസ്. അങ്ങനെ എന്തോ ആവാം. സോ അതൊക്കെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഡിഫ്യൂഷൻ റേറ്റ് കൂടും. ടെമ്പറേച്ചർ ക്യാൻ എൻഹാൻസ് ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. Okay, again, rate of diffusion has a major role in achieving optimum properties in a solid material. Again, property determination of a material, the rate of diffusion has got a major role. It also assists introducing very small concentration of impurities in semiconductors. Okay. So next is diffusion coupled. So many reactions and processes that are important in treatment of materials rely on the transfer of mass or atoms either within a specific solid or from a movement of atoms on the transfer of atom migration of atoms from one lattice site to another lattice site on the diffusion. Diffusion coupled term. Usually this transfer of mass or transfer of atoms takes place within a specific solid itself or from a liquid to another solid phase or from a gas to another solid phase. So അതൊക്കെ നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ് വഴിയാണ് നടക്കുന്നത്. And this phenomenon may be demonstrated. About the demonstration, it can be demonstrated with the use of a diffusion couple, which is found by keeping two metal bars together so that there is intimate contact between the phases, as shown in the figure here. It is a copper and nickel atoms are shown in the figure. Metal bars are shown in the figure. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ കോപ്പർ ആൻഡ് നിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് നിക്കലും കോൺസെൻട്രേഷൻ ഓഫ് കോപ്പറും ആണ് ഡോട്ടഡ് ലൈൻസും അതുപോലെ കണ്ടിന്യൂസ് തിക്ക് ലൈൻസും കൊണ്ട് റെസ്പെക്റ്റീവ്ലി കാണിക്കുന്നത്. അപ്പോൾ ബിഫോർ ഡിഫ്യൂഷനും ആഫ്റ്റർ ഡിഫ്യൂഷനും കാണാം. ലെഫ്റ്റ് സൈഡിൽ ബിഫോർ ഡിഫ്യൂഷനും റൈറ്റ് സൈഡിൽ ആഫ്റ്റർ ഡിഫ്യൂഷനും ആണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ കാണാം. സോ എന്താണ് ദിസ് ഫിഗർ? ഇതെന്താണ്? ദിസ് ഫിഗർ ഷോസ് എ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പൊസിഷൻ ഓഫ് ആറ്റംസ്. Also, it shows the composition across the interface. Now, assume that this couple is heated for an extended period at an elevated temperature. Okay, that temperature should be below the melting point of these two metals. നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്തു, ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തു, ബട്ട് ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ. And now these metals are then cooled to the room temperature. After that, if we are taking it for a chemical analysis, and it will reveal that the concentration of both metals vary with the position. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് കാണാം അതിൻ്റെ ബാരിയറിൽ, അതായത് ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ നോക്കിയാൽ ഇനീഷ്യൽ കേസിൽ കോപ്പർ ആറ്റവും നിക്കൽ ആറ്റവും ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അത് രണ്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ രണ്ട് ബാർസ് അടുത്തടുത്ത് വെച്ചിട്ടേ ഉള്ളത് കോൺടാക്ട് ചെയ്തിട്ട്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. നിക്കൽ മെറ്റലിൽ നിന്ന് നിക്കൽ ആറ്റംസ് കോപ്പറിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. കോപ്പർ ആറ്റം നിന്ന് കോപ്പറിന്ന് അത് നിക്കലിലേക്ക് കോപ്പർ ആറ്റംസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫ്യൂഷൻ്റെ ആ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കോപ്പർ ആറ്റംസ് ഹാവ് മൈഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫ്യൂസ്ഡ് തന്നെ പറയുന്നത്. ഇറ്റ് ഇസ് മൈഗ്രേറ്റഡ് ഓർ ഡിഫ്യൂസ്ഡ് ഇൻ ടു ദ നിക്കൽ ബാർ ആൻഡ് നിക്കൽ ആറ്റംസ് ഹാവ് ഡിഫ്യൂസ്ഡ് ഇൻ ടു ദി കോപ്പർ ബാർ. So, in effect, there is a net drift or transport of atoms from high to low concentration region. Okay. There is a net drift of atoms from a high to low concentration region. അപ്പോൾ ഇതാണ് ഡിഫ്യൂഷൻ കപ്പിൾ. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കാം, ടെക്സ്റ്റിലുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇല്ലസ്ട്രേഷൻ പറയാം. സോ മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻസ്. അപ്പോൾ ഈ ഡിഫ്യൂഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് മെക്കാനിസംസ്. അതിൽ വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻസ് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വേക്കൻസി ഡിഫ്യൂഷൻ. The interchange of an atom from a normal site to an adjacent vacant site or a vacancy. ഓൾറെഡി നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് നോക്കിയതാണ്. അതുപോലെ തന്നെയാണ് വേക്കൻസി ഡിഫക്റ്റ് പറഞ്ഞാൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് പറയുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് ആറ്റം ഇന്റർചേഞ്ച് ആണ് ഡിഫ്യൂഷൻ അല്ലേ. സോ ഇന്റർചേഞ്ച് ഓഫ് എൻ ആറ്റം ഫ്രം എ
normal site to an adjacent vacant site or a vacancy. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വാക്കൻസി ഓൾറെഡി ഉണ്ടെങ്കിൽ ആ വാക്കൻസി സൈഡിലേക്ക് ഒരു അഡ്ജസന്റ് ആറ്റം മൂവ് ചെയ്ത് പോകും. അപ്പോൾ അത് ഡിഫ്യൂസ്ഡ് ആണ്, അവിടെ അത് ഡിഫ്യൂഷൻ സംഭവിച്ചു. അപ്പോൾ ഓൾറെഡി അതൊരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യും അല്ലെ ഇവിടത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത വാക്കൻസിയിൽ വേറൊരു ആറ്റം അവിടത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും. സോ ഇതുപോലെ വാക്കൻസീസ് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആറ്റംസ് ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വാക്കൻസി ഡിഫ്യൂഷൻ. So when this happens, a vacancy is created at another site to which another atom can move, creating a vacancy elsewhere. And this mechanism of diffusion can be viewed as resulting out of movement of vacancies from site to site. Hence, this is called vacancy diffusion. Both self-diffusion and inter-diffusion can occur by this mechanism. അപ്പോൾ സെൽഫ് ഡിഫ്യൂഷനും ഇന്റർ ഡിഫ്യൂഷനും ഉണ്ട്. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫ്യൂഷനിൽ പ്രോസസ്സിൽ വരും. സെൽഫ് ഡിഫ്യൂഷനിൽ നിന്ന് സെയിം മെറ്റൽ തന്നെ ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോൾ സെൽഫ് ഡിഫ്യൂഷൻ വരും. ഡിഫറെൻറ്റ് മെറ്റൽസ് മെറ്റൽ എക്സ്ചേഞ്ച് പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറയും അതിനാ. ഓക്കെ, അതായത് ഒരു മെറ്റൽ വേറൊരു മെറ്റലിലേക്ക് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ പ്യുവർ മെറ്റൽസിലെല്ലാം സെൽഫ് ഡിഫ്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. ഫിഗറിൽ എല്ലാ ഡിഫ്യൂഷൻസും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്, വാക്കൻസി ഡിഫ്യൂഷൻ ആണ്. ഒരു വാക്കൻറ്റ് സൈഡിലേക്ക് ഒരു ആറ്റം ഡിഫ്യൂസ് ചെയ്ത് പോകും ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് അനദർ വാക്കൻസി അറ്റ് അനദർ പൊസിഷൻ. സോ അവിടത്തേക്ക് അടുത്ത ആറ്റം ഡിഫ്യൂസ് ചെയ്ത് പോകും. സോ ഇത് the mechanism of diffusion can be viewed as a resulting out of movement of vacancies from one side to another. Okay. Second type of mechanism is interstitial diffusion. അപ്പോൾ ആ ഫിഗറിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷനിൽ എന്താണ് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഒരു ആറ്റത്തിന് മൂവ്മെന്റ്. ദിസ് ഇൻവോൾവ്സ് മൈഗ്രേഷൻ ഓഫ് ആറ്റംസ് ഫ്രം വൺ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ ടു എ നെയ്ബറിംഗ് വൺ ദാറ്റ് ഈസ് എംപ്റ്റി. This mechanism is found commonly for interdiffusion of smaller atoms of another species which can easily fit into the interstitial position. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുവരുന്നത് ഇന്റർ ഡിഫ്യൂഷനിലാണ്. സെൽഫ് ഡിഫ്യൂഷനിൽ എല്ലാ ആറ്റംസും ഒരേ സൈസിലായിരിക്കും അല്ലെ. ഇന്റർ ഡിഫ്യൂഷൻസ് രണ്ട് ആറ്റംസ് ഡിഫറെന്റ് ആറ്റംസിലേക്ക് ഡിഫ്യൂഷൻ നടക്കുമ്പോഴാണ് ഇന്റർ ഡിഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇന്റർ ഡിഫ്യൂഷൻ വരുമ്പോൾ ആറ്റംസ് രണ്ട് സൈസ് ആയിരിക്കും. അപ്പോൾ ചെറിയ സൈസിലെ ആറ്റത്തിന് വലിയ സൈസിലെ ആറ്റം അല്ലെങ്കിൽ ചെറിയ സൈസിലെ ആറ്റത്തിന് ഇതുപോലത്തെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക് പോയി ഇരിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് അല്ലെ, ചാൻസസ് കൂടുതലാണ്. So this mechanism is found commonly for interdiffusion of smaller atoms of another species which can easily fit into the interstitial position. Okay. In most metal alloys, interstitial diffusion occurs much more rapidly than that by vacancy mode. അപ്പോൾ മെറ്റൽ അലോയ്സ് പറയുമ്പോൾ അലോയ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടല്ലോ, ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ഉണ്ടാവും അതിൽ. സോ മെറ്റൽ അലോയ്സിന്റെ കേസിൽ the tendency of interstitial diffusion is much more when compared to vacancy mode of diffusions, because the interstitial atoms are smaller and thus more mobile. Further, there are more empty interstitial positions than vacancies. ഇപ്പോൾ വാക്കൻസി ഡിഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു മിസ്സിംഗ് വേണോ അല്ലെ, ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ ഒരു വാക്കൻസി എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വാക്കൻസി ഡിഫ്യൂഷൻ നടക്കും. പക്ഷെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ ഉണ്ടാവും അല്ലെ ക്രിസ്റ്റലിൽ അല്ലെ, ഒരുപാട് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കേഴ്സർ കാണിക്കുന്നത് ഇവിടെ ബ്ലാക്കിൽ ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ആറ്റം കിടക്കാം. പക്ഷെ നോക്കിയാൽ എല്ലാ പൊസിഷനും ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻസ് തന്നെയാണ്, എവിടെ വേണമെങ്കിലും ആറ്റത്തിന് പോകും. അപ്പോൾ ഡിഫ്യൂഷൻ ടെൻഡൻസി അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ വാക്കൻസി ഡിഫ്യൂഷൻ ടെൻഡൻസിയോ, കാരണം വാക്കൻസി ഉള്ള സ്ഥലത്തേക്ക് മാത്രമേ അത് വാക്കൻറ്റ് സ്പേസിലേക്ക് മാത്രമേ ആറ്റത്തിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പം വാക്കൻസീസിന് കാണും കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ള ഡിഫ്യൂഷൻ ആണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻസ് ഇൻ കേസ് ഓഫ് മെറ്റൽ അലോയ്സ്. And the probability of interstitial diffusion is greater than vacancy diffusion. Okay. Third type of diffusion is interstitial C diffusion. So in this mechanism, an atom occupying an interstitial site forces a regular atom to leave its site to an interstitial site. Continuation of this results in interstitial C diffusion. Interstitial diffusion and interstitial C diffusion. This interstitial C diffusion. So അപ്പോൾ ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ഒരു റെഗുലർ ആറ്റം വന്നു കഴിഞ്ഞാൽ അത് തൊട്ടപ്പുറത്തിലെ ആറ്റത്തിനെ പുഷ് ചെയ്യും അല്ലേ, ശരിയല്ലേ, അതിനെ അടുത്ത ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് അതിനെ പുഷ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫിഗറിൽ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ടോപ്പായിട്ട് ഇൻഡസ്ട്രീഷ്യൽ സി ഡിഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. തേർഡ് വൺ ഉള്ളത് ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ അതിന്റെ ഫിഗർ കാണാം. ഇൻ ദിസ് കേസ് 2 or more adjacent atoms jump past each other and exchange position.
ഓൾറെഡി ഉള്ള ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ അതിൻ്റെ ആറ്റംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ഫിഗറിൽ കാണിക്കുന്നത്. 2 ആറ്റംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം, 3 ചെയ്യാം, 4 ചെയ്യാം. അത് എങ്ങനെ പാറ്റേണിൽ വേണമെങ്കിൽ ചെയ്യാം. This may take place between 2, 3 or 4 atoms. When 4 atoms are involved, it is known as ring diffusion or Zener ring diffusion. Term ഓർത്ത് വെക്കുക. If the direct interchange diffusion is taking place between 4 atoms, it is known as ring diffusion or Zener ring diffusion. Okay. This mechanism results in several local lattice distortion, requiring much more energy for atoms to jump. അപ്പോൾ ലോക്കൽ ലാറ്റിസ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ദിസ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫ്യൂഷൻ പ്രോസസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറയുമ്പോൾ ഇന്റർ ഡിഫ്യൂഷൻ, സെൽഫ് ഡിഫ്യൂഷൻ ഒക്കെ പറഞ്ഞു. ഇന്റർ ഡിഫ്യൂഷൻസ് പറഞ്ഞാൽ ദിസ് ടേക്സ് പ്ലേസ് ഇൻ മെറ്റൽ അലോയ്സ് വെയർ ബൈ ആറ്റംസ് ഓഫ് വൺ മെറ്റൽ ഡിഫ്യൂസ് ഇൻ ടു അനദർ. അല്ലെ, ഇന്റർ ഡിഫ്യൂഷൻ അതിൽ തന്നെ പറയുന്നുണ്ട്. മെറ്റൽ അലോയ്സിലാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. നേരത്തെ കോപ്പർ നിക്കലിന്റെ ഡിഫ്യൂഷൻ കപ്പിൾ നോക്കുമ്പോൾ നമ്മൾ നോക്കിയതാണ്. അവിടെ നടക്കുന്നത് ഇന്റർ ഡിഫ്യൂഷൻ ആണ്. ഓക്കെ. Next one is self-diffusion. Self-diffusion, if the solid is composed of a single element like pure metal, the moving atoms and the atoms of the solid medium through which the movement takes place are of the same chemical element. Hence, the diffusion is termed as self-diffusion. Pure atomത്തിന്റെ കേസിൽ, പ്യുവർ മെറ്റലിന്റെ കേസിൽ സെൽഫ് ഡിഫ്യൂഷൻസ് ഉണ്ടാവും. അവിടെ എല്ലാം സെയിം സൈസിലുള്ള ആറ്റംസ് ആയിരിക്കും. അവിടെ എപ്പോഴും അതിനാണ് സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ടാകുന്ന ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. ഇൻഡസ്ട്രിയൽ ഡിഫ്യൂഷൻ സാധാരണ ഉണ്ടാകുന്നത് ഇതിലാണ് നമ്മൾ തൊട്ടുമുമ്പിൽ പറഞ്ഞ ഇന്റർ ഡിഫ്യൂഷൻസ് ആണ് ഈ പറയുന്ന മെറ്റൽ അലോയ്സിലൊക്കെ ഉണ്ടാകുന്നത്. And third one is self-diffusion is an important phenomenon in processes like annealing and creep. Annealing process നമ്മൾ നോക്കും. നെക്സ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നത് സർഫസ് ഡിഫ്യൂഷൻ ആണ്. Atoms at the surface of the solid and at the surfaces between different phases within a solid are not bonded tightly as the interior atoms. Consequently, the atoms at these surfaces diffuse more rapidly. Diffusion through surface is termed as surface diffusions. അപ്പോൾ നമുക്കറിയാം 2 ഡിഫറെൻറ്റ് ഫേസസ് വരുന്നതിൻ്റെ ബൗണ്ടറിയിലുള്ള ആറ്റംസ് കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. അപ്പോൾ അവിടെ ഡിഫ്യൂഷൻ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ സർഫസിൽ മാത്രം ഇതുപോലത്തെ ഡിഫ്യൂഷൻസ് സംഭവിക്കും. സോ സച്ച് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻസ് ആണ് ടേംഡ് ആസ് സർഫസ് ഡിഫ്യൂഷൻ. Next one is grain boundary diffusions. Again, grain boundaries atoms, they are not tightly bonded, they are loose, they are free than the inner atoms. And the atoms present in the grain boundaries take part more readily in diffusion process, and this type of such diffusions are known as grain boundary diffusions. And one more is there, the volume diffusion. The bulk movement of atoms through the solid is termed as volume diffusions. Okay, bulk movement within the solid ഉണ്ടെങ്കിൽ അതും ഡിഫ്യൂഷൻ ആണ്. അതിനെ വോളിയം ഡിഫ്യൂഷൻസ് പറയും. അങ്ങനെ നമ്മൾ ഇപ്പോൾ നോക്കി കുറേ മെക്കാനിസംസ് നോക്കിയല്ലേ ഡിഫ്യൂഷൻ വാട്ട് ഈസ് ഡിഫ്യൂഷൻ നോക്കി. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മൈഗ്രേഷൻ ഓഫ് ആറ്റംസ് ഫ്രം വൺ ലാറ്റീസ് ടു അനദർ ലാറ്റീസ് സൈറ്റ്, വൺ ലാറ്റീസ് സൈറ്റ് ടു അനദർ ലാറ്റീസ് സൈറ്റ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്താണ് നമ്മളെ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിമം പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്നതിൽ മേജർ റോൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി. അതിൽ നമ്മൾ ഡിഫ്യൂഷൻ കപ്പിൾ എന്താണെന്ന് നോക്കി, ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് ഡിഫ്യൂഷൻ കപ്പിൾ എങ്ങനെയാണെന്ന് പറയുന്നതെന്നെല്ലാം നോക്കി. അതിനുശേഷം ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻസ് ആണ് നോക്കിയത്. അതിൽ വരുന്നതാണ് വേക്കൻസി ഡിഫ്യൂഷൻ, ദെൻ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ, ഇൻഡസ്ട്രീഷ്യൽ സി ഡിഫ്യൂഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വാട്ട് ഈസ് ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫ്യൂഷൻസ് നോക്കി. സെൽഫ് ഡിഫ്യൂഷൻസ് ഉണ്ടാവും. സെയിം മെറ്റൽ ആണെങ്കിൽ, സെയിം പ്യുവർ മെറ്റൽസിൻ്റെ കേസിൽ സെൽഫ് ഡിഫ്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇന്റർ ഡിഫ്യൂഷൻസ് ഉണ്ടാവും മെറ്റൽ അലോയ്സിൻ്റെ കേസിൽ. സർഫസിലാണെങ്കിൽ സർഫസ് ഡിഫ്യൂഷൻസും, ഗ്രെയിൻ ബൗണ്ടറീസിലാണെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി ഡിഫ്യൂഷൻസ് ഉണ്ടാവും. ബൾക്ക് മെറ്റൽ മൂവ്മെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബൾക്ക് ആറ്റം മൂവ്മെന്റ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ അതിനെ വോളിയം ഡിഫ്യൂഷൻസ് പറയും. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫ്യൂഷൻസ്. നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡിഫ്യൂഷൻ പ്രോസസ്. ഡിഫ്യൂഷൻ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആറ്റംസിന്റെ മൂവ്മെന്റ് ആണല്ലോ ഡിഫ്യൂഷൻ. ആറ്റംസിന്റെ സൈസ് അതിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യും, പിന്നെ ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് മീഡിയം ഇൻ വെയർ ഡിഫ്യൂഷൻ ടേക്കിംഗ് പ്ലേസ് അത് എഫക്റ്റ് ചെയ്യും. ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒരുപക്ഷെ അതെന്തായാലും എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഈ പറയുന്ന അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലേ,
എത്ര ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം അത് എഫക്റ്റ് ചെയ്യും. കാരണം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കൂടിയാൽ ഇത് കുറവായിരിക്കും അല്ലെ, ഇത് ഡിഫ്യൂഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ്, ഹൗ ഗ്രെയിൻ സൈസ് ഈസ് എഫക്റ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നേച്ചർ ഓഫ് ദ ഡിഫ്യൂസിങ് സ്പീഷീസ്, atomic diameter, bonding, melting point, these all factors will affect the diffusion process. Concentration of the medium into which diffusion takes place. Then crystal structure like atomic vacuum factor, atomic density along diffusion direction, etc. Presence of crystal imperfections, it can affect the diffusion process. Grain size again can affect the diffusion process. Temperature, diffusion will be higher at higher temperatures. Presence of impurities will affect the diffusion process. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിഫ്യൂഷൻ പ്രോസസ്സ്. അപ്പോൾ ഡിഫ്യൂഷൻസിൽ വരുന്ന ഒരു ലോ ഉണ്ട്, ഡിഫ്യൂഷൻ ഇതിൽ വരുന്ന ലോ ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്, സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ, ഈ ലോ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ദർ ആർ സർട്ടൈൻ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫ്യൂഷൻസ് ലൈക്ക് കിർക്കൻഡൽ എഫക്റ്റ്, ഡിഫ്യൂഷൻ ഫ്ലക്സ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കല്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നാളത്തെ ഹവറും കൊണ്ട് നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇനി ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിനെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ നോക്കിയത് കഴിഞ്ഞാൽ 2-3 ക്ലാസ്സിലായിട്ട് നമ്മൾ നോക്കിയ കാര്യം മാത്രമേ ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയത് ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ അതായത് മൈക്രോ സ്ട്രക്ചറാണ് നോക്കിയത് അല്ലെ, മെറ്റലർജി മൈക്രോ സ്ട്രക്ചർ നോക്കി. അപ്പോൾ അതിലാണ് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ഉണ്ട് അല്ലേ, എന്താണ് സിംഗിൾ ക്രിസ്റ്റൽസ്, പോളി ക്രിസ്റ്റൽസ് ആൻഡ് അമോർഫസ് ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോ സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നമ്മളതൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വിൽ ഗെറ്റ് ദ മൈക്രോ സ്ട്രക്ചർ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് amorphous crystal, they won't single crystal and amorphous materials, they won't show any type of features while viewing under a microscope or any type of electron microscopy. Only crystalline structures, polycrystals will show certain features under such microscopes. അപ്പോൾ അതിൻ്റെ ഇമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിൽ നമ്മൾ വന്ന ഫസ്റ്റ് ടൈപ്പ് നമ്മൾ കാണുന്ന സിംഗിൾ ക്രിസ്റ്റൽസ്. ദർ ആർ സർട്ടൈൻ ആപ്ലിക്കേഷൻസ് വേർ വി ആർ യൂസിങ് സിംഗിൾ ക്രിസ്റ്റൽസ്, like applications where boundary effect properties. For example, in turbine blades, in gas turbine blades where very high temperature is coming into play, in such cases we are using single crystal. Okay, so an example is shown here, a turbine blade is shown here. So this case il nammal 3 types കാണിക്കുന്നുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. First one is a equiaxial crystal structure like a polycrystalline material. Second one is a directionally solidified structure, again different crystals. And third one is a single crystals. So in a circular shape il ningalku adinte magnified image kanikkunnanu, which is a magnified image after magnifying under ഒരു മൈക്രോഗ്രാഫ് ഇമേജ് കാണിക്കുന്നുണ്ട് അവിടെ അല്ലേ. ദാറ്റ് നമുക്ക് കാണാം സിംഗിൾ ക്രിസ്റ്റൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീച്ചറും കാണുന്നില്ല, ബട്ട് ബാക്കി രണ്ടിൽ നമുക്ക് കാണുന്നുണ്ട് ബിക്കോസ് ദേ ആർ പോളിക്രിസ്റ്റലൈൻ ആണ്. മൈക്രോഗ്രാഫിലുള്ള എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഗ്രെയിൻ സൈസ് കാണുന്നത്, വെൻ വ്യൂഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ലൈക്ക് എ മൈക്രോഗ്രാഫ് ഇമേജ് ഓഫ് എ പോളിക്രിസ്റ്റലൈൻ മെറ്റൽ ഈ ഷോൺ ഇൻ ദി സ്ലൈഡ്. സോ അഗെയിൻ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി നോക്കി. സോ ഗ്രെയിൻ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. ഗ്രെയിൻ്റെ ഒരു 50 മൈക്രോണിലുള്ള ഒരു മാഗ്നിഫിക്കേഷനുള്ള ഒരു മൈക്രോഗ്രാഫ് ഇമേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ പർട്ടിക്കുലർ ക്രിസ്റ്റൽ the orientation of the atoms will be in a particular fashion, okay, but it will be different in the neighboring grain or the neighboring crystal. The neighboring crystal, the atoms may orient in the same direction or it can orient in another direction also. So there will be a misorientation or a misalignment between the arrangement of atoms in 2 different grains, okay. So അതിനെയാണ് നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി ആംഗിൾ നമ്മൾ പറയുന്നത് അല്ലേ. അതിൽ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി ആംഗിൾ നമ്മൾ 2-3 ആംഗിൾ ഓൾറെഡി നോക്കിയതാണ്. സോ അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസ് എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ആഫ്റ്റർ ദാറ്റ് വേറെയും കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാം അല്ലേ. ഇപ്പോൾ ഡിഫറെൻറ്റ് മൾട്ടി ഫേസിലെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ ഇപ്പോൾ അയണിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു മൈക്രോഗ്രാഫ് ഇമേജാണ് കാണിക്കുന്നത് അതിൽ അല്ലേ. വി ക്യാൻ സീ 2 different ഫേസ് ലൈക്ക് ആൽഫ ഫേസ് ആൻഡ് gamma phase of that ion, that is ferrite phase and austenite phase.
ഓക്കെ, ഡാർക്ക് കളറിൽ കാണിക്കുന്ന ഫെറൈറ്റ് ഫേസും വൈറ്റ് കളറിൽ ഓസ്റ്റേറ്റ് ഫേസും കാണിക്കാം. അഗെയിൻ വൺ മോർ ഫീച്ചർ വി ക്യാൻ സീ ദർ ഇസ് എ ട്വിൻസ് ആർ വിസിബിൾ ഹിയർ അല്ലെ. ട്വിൻ ബൗണ്ടറീസ് ആർ വിസിബിൾ ഹിയർ. ട്വിൻ ബൗണ്ടറീസ് ആർ ഡിഫറെന്റ് ഫ്രം ഗ്രെയിൻ ബൗണ്ടറി. ബാക്കിയൊക്കെ ഈ ഡാർക്കും വൈറ്റും റീജിയന്റെ ഇടയിലുള്ളതാണ് ഗ്രെയിൻ ബൗണ്ടറി. അനദർ ഇമേജിൽ നമുക്ക് നോക്കിയ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് നോക്കി. മാഗ്നിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഇമേജ് ഇസ് മോർ മാഗ്നിഫൈഡ് ദാൻ ദ ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് ഇമേജിൽ നമുക്ക് പേർലൈറ്റ് കാണിക്കുന്നുണ്ടല്ലേ, പേർലൈറ്റും കാണിക്കുന്നുണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഫെറൈറ്റും കാണിക്കുന്നുണ്ട്. പേർലൈറ്റ് ഇവിടെ ഒരു ഡാർക്ക് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത്. ഫർദർ മാഗ്നിഫൈ ചെയ്തിട്ടും അതിൻ്റെ അകത്തുള്ള ലാമിനാർ മൈക്രോ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ മൈക്രോ സ്ട്രക്ചറിൽ നമുക്ക് ഒരുപാട് ക്രിസ്റ്റൽ ഡീറ്റെയിൽസ്, ക്രിസ്റ്റൽ അനാലിസിസ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും, സൈസും ഓറിയന്റേഷനും അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മൈക്രോ സ്ട്രക്ചർ അനാലിസിസിലൂടെ നമുക്ക് കിട്ടും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വി നീഡ് ടു പ്രിപ്പയർ ദി മെറ്റീരിയൽ ഫോർ ദിസ് അനാലിസിസ്, ഫോർ ദിസ് സ്റ്റഡി അല്ലെ, ഫോർ ടേക്കിംഗ് ദിസ് മൈക്രോ സ്ട്രക്ചർ, ദിസ് ഇമേജ്. സോ അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് വൺ is selecting and cutting the specimen. After that rough grinding, then intermediate and fine grinding and polishing and etching. Selecting and cutting the specimen. അതിൽ എന്താ നമ്മൾ ചെയ്തത്, the specimen selected for study must be a true representative of the material being studied. So it must be ensured that the specimen is not heated up while cutting. Then specimen size 10 to 15 mm diameter or it is square shaped. Okay. Second നോക്കി നമ്മൾ എന്താണ്, second step is rough grinding. So our aim is to make the surface absolutely flat. So in order to make it suitable for viewing at higher magnification through microscope. Okay. അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ടെന്ന്. Either we can use a file, we can using a grinding wheel, or we can use a motor driven by emery belt. Okay. So if you are using a file, usually നമ്മൾ കൺവെൻഷണൽ രീതി എന്താണ്, ഫയൽ ഉപയോഗിച്ച് നമ്മൾ ഈ മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ്. ബട്ട് ഹിയർ വി ആർ റബ്ബിംഗ് ദ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ദ ഫയൽ. ഓക്കെ. സോ കെയർ മസ്റ്റ് ബി ടേക്കൺ നോട്ട് ടു ഗെറ്റ് ദ സ്പെസിമെൻ ഹീറ്റഡ് അപ്പ്. ആൻഡ് അഗെയിൻ ആഫ്റ്റർ എല്ലാ പ്രോസസ് ചെയ്യുമ്പോഴും ആഫ്റ്റർ ഈച്ച് പ്രോസസ് ദി ഹാൻഡ്സ് ഓഫ് ദ ഓപ്പറേറ്റർ ഷുഡ് ബി വാഷ്ഡ് അല്ലെ. ഓൾസോ ദ സ്പെസിമെൻ ഷുഡ് ബി വാഷ്ഡ് ടു റിമൂവ് ദി coarse filings and abrasive particles. So after that we will do the intermediate and fine grinding. This is carried out using a sequence of emery papers of progressive fine abrasive grit size അല്ലെ. അപ്പോൾ ഫൈൻ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ റഫ് ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ഫയലും ഗ്രൈൻഡിങ് വീൽസ് ഒക്കെ ഉപയോഗിച്ചു അല്ലെ. ബട്ട് ഹിയർ വി ആർ യൂസിങ് emery papers of different grit sizes, abrasive grit sizes. The grit sizes are ranging from 220, 320, 400, 600. It means coarse to fine grains are used especially for this purpose. ഇതിൽ നമ്മൾ എന്താണ്, the specimen is rubbed against the emery paper with a reasonable pressure. Okay, rubbing should be done only in one direction, preferably towards the operator. Again, we need to wash the specimen as well as the hands of the operator. Then we will go for the fine. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ each time while we are rubbing the specimen in this emery paper, നമ്മൾ 90 ഡിഗ്രി അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നല്ല. We need to rotate it 90 ഡിഗ്രി. കാരണം പ്രീവിയസ്ലി തൊട്ട് മുമ്പ് നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് അതിൻ്റെ മാർക്കിങ്സ് നമ്മൾ കളയുകയാണെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് അടുത്ത ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരിയല്ലേ? സോ അങ്ങനെ ഈ പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ ഗ്രിഡ് സൈസ് എടുത്തു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഓക്കെ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻ ഗ്രൈൻഡിങ് ഈസ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ലൂബ്രിക്കേറ്റിംഗ് അവിടെ നമ്മൾ ചെയ്യണം. ഓക്കെ, അഗൈൻ വി നീഡ് ടു വാഷ് ദി സ്പെസിമെൻ ആൻഡ് ദ ഹാൻഡ്സ് ഓഫ് ദി ഓപ്പറേറ്റർ. അവസാനം നമ്മൾ ഫൈൻ ഗ്രൈൻഡിങ് ചെയ്തു. അവിടെ നമ്മൾ എന്താ സിമിലർ മെത്തേഡാണ്, പ്രൊസീജിയറാണ്. ഫൈൻ ഗ്രിഡ് എമറി പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 10, 20, 30, 400 റേഞ്ചിലെ ഫൈൻ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ എല്ലാം കഴിഞ്ഞ് നമുക്ക് വിഷ്വൽ എക്സാമിനേഷനിൽ നമുക്കിത് സ്ക്രാച്ച് ഫ്രീ സർഫസ് കിട്ടും അല്ലേ. ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ ഫോർ പോളിഷിങ്. അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ട് കഴിയില്ല. ലാസ്റ്റ് എമറി പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇനിയും കുറച്ച് റഫ്നെസ് ഉണ്ടാവും, അതും കൂടി നമ്മൾ കളയണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വിൽ ഗോ ഫോർ പോളിഷിങ്. സോ പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പോളിഷിംഗ് മീഡിയംസ്, പോളിഷിംഗ് ഏജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്പെസിമെൻസ് സർഫസ് ആർ പോളിഷ്ഡ് ബൈ മീൻസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ക്ലോത്ത് പാഡ്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിംഗ് ക്ലോത്ത്, either എ ക്ലോത്ത് അല്ലെങ്കിൽ ലെതർ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മളെ
ഗ്രിഡ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ഉള്ള അവിടെ ഉണ്ടായ റഫ്നെസ് അല്ലെങ്കിൽ ഗ്രൂവ്സ് അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. So this so-called cloth pad is impregnated with a suitable polishing medium, and this cloth is thoroughly wetted with the distilled water, and a small quantity of polishing powder or paste is applied on the cloth. A constant drip of water is also applied to the wheel, which is rotated at a low speed. The specimen is held against the rotating wheel with sufficient pressure and slowly moved in a direction opposite to the direction of rotation, while the specimen itself is given rotary motion by the operator. അപ്പോൾ ഓൾറെഡി സ്ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീൻ്റെ മുകളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വിത്ത് റീസണബിൾ പ്രഷർ കൊടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആര്, ഈ ഓപ്പറേറ്റർ. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ആക്സിസിലും അതിനെ റൊട്ടേറ്റ് ചെയ്യും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഹാർഡ് സ്പെസിമെൻ്റെ കേസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്, 6 മൈക്രോൺസിൽ വരുന്ന സൈസ് പാർട്ടിക്കിൾ സൈസ് വരുന്ന ഡയമണ്ട് പൗഡർ മിക്സ്ഡ് വിത്ത് അലൂമിന, അതാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അതപ്പോൾ 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ സെയിം മെറ്റീരിയൽസ് 0.5 to 1 മൈക്രോൺ സൈസിൽ സാധനം യൂസ് ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് നോൺ ഫെറസ് സ്പെസിമെൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഏത് സിംഗിൾ സ്റ്റേജിൽ ചെയ്യാം, ഡബിൾ സ്റ്റേജിൽ ചെയ്യാം. ബട്ട് അവിടെ എന്താ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ അലുമിന വി ആർ യൂസിങ് മെഗ്നീഷ്യം MgO2 പൗഡർ ഈസ് യൂസ്ഡ്. And for alloys, copper alloys, polishing paste known as brasso is used. Okay. Well, after the end of the fine polishing, specimen surface should be scratch free with a perfectly shining appearance. അപ്പോൾ ഒരു mirror-like appearance ആയിരിക്കും നമുക്ക് ഫൈനലി പോളിഷ് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. Okay, the following precautions are to be observed for a successful finish. അപ്പോൾ ഇത് ക്ലീൻ ആയിരിക്കണം, അധികം ഹീറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല തുടങ്ങിയ പ്രോസസ്സ്. ഈച്ച് ടൈം യു ഹാവ് ടു വാഷ് ദിസ്, ഓരോ പ്രോസസ്സിന് ശേഷം ഇത് വാഷ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ആഫ്റ്റർ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് എച്ചിങ് പ്രോസസ് അല്ലേ. എച്ചിങ് പ്രോസസ് ബിഫോർ ബീയിങ് എച്ച് ദ സ്പെസിമെൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻക്ലൂഷൻ സ്ലാഗ്. ഓക്കെ, നമ്മൾ എച്ച് ചെയ്യുന്ന the mechanism of polishing can leave a flawed or amorphous layer of material on the surface. Polishing ഒരു ലെയർ മുകളിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. സോ വി നീഡ് ടു റിമൂവ് ദാറ്റ് ലെയർ. അതിനുവേണ്ടി നമ്മൾ എച്ചിങ് ചെയ്യുന്നത്. So there we are using chemical reagents. Different etchants are used for this process. So what we'll do is that these etchants will dissolve this layer and remove it so that these microstructural features are visible under a microscope. Okay. അപ്പോൾ അതിൽ പറഞ്ഞു നമ്മൾ ഈ എച്ചൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിഗർ വെച്ച് നമ്മൾ പറഞ്ഞു അതിൽ നമുക്ക് ലൈറ്റ് എച്ചിങ് ചെയ്യാം, ഡീപ്പ് എച്ചിങ് ചെയ്യാം. ഓക്കെ, ഡീപ്പ് എച്ചിങ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ഗ്രെയിൻ സ്ട്രക്ചറിലും കൂടി ചിലപ്പോൾ കുറച്ച് ഡിസോൾവ് ആയി പോകും. പക്ഷേ നമുക്ക് നോക്കിയാൽ ഗ്രെയിൻ ബൗണ്ടറി കൃത്യമായിട്ട് വിസിബിൾ ആണെങ്കിൽ നമുക്ക് എച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആവും. കാരണം എന്ന് വെച്ചാൽ ഗ്രെയിൻ ബൗണ്ടറീസിൽ ആറ്റംസ് അത് കൃത്യമായ അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഒരു ടൈറ്റ്ലി പാക്ഡ് അല്ല. സോ ആ ആറ്റംസ് ഗ്രെയിൻ ബൗണ്ടറീസിലെ ആറ്റംസിനെ നമുക്ക് വി ക്യാൻ ഡിസോൾവ് ഇറ്റ് ഈസിലി. So we will get a better image under a microscope after etching. Okay, etching process ആണെന്ന് പറഞ്ഞത് അതിൽ ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് വിത്ത് റണ്ണിങ് വാട്ടർ, wiping with a cotton swab, again washing. After that we will dip that specimen in a boiling alcohol for about 2 minutes. Okay, so അതാണ് etching process, means washing process. After that we will etch. Is etching reagents വെക്കും, different materials and different etching reagents ഉണ്ട്, and agitated for about several seconds depending upon the material. A few seconds would be sufficient for plain carbon, steel and brasses, while several minutes would be necessary for stainless steel. Then the specimen is very quickly transferred to running water to wash away the etching reagent after drying the surface examined by naked eye. അപ്പോൾ നമുക്കറിയാം ഈ സർഫസ് ഓൾറെഡി മിറർ പോളിഷ് സർഫസ് ഉണ്ടായതാണ് പോളിഷിങ്ങിന് ശേഷം അല്ലേ, മിറർ ലൈക്ക് സർഫസ് ഉണ്ടായതാണ്. സോ അതിപ്പോൾ പോയിട്ട് അത് ഡൾ സർഫസ് ആയിട്ട് മാറിയിട്ടുണ്ട്, അതിൻ്റെ ബ്രൈറ്റ്നസ് എല്ലാം ഡിസിപ്പിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, once the specimen has been etched successfully, the surface would become uniformly dull. With the practice, by simple observing the degree of dullness of the surface, one can decide when to stop the etching. The time required for etching varies with the different alloys and etching reagents. അപ്പോൾ ഡിഫറെൻറ്റ് എച്ചൻസ് അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ടൈം ഓഫ് എച്ചിങ്ങും നമുക്ക് അടുത്തൊരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾ നോക്കുക, ഓൾറെഡി നമ്മളത് ജസ്റ്റ് നോക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ എച്ചിങ് സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് റീപോളിഷ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എച്ചിങ് സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾക്ക് അത് അടുത്തത് നമുക്ക് മൈക്രോസ്കോപ്പിലേക്ക് എടുക്കുക ഫോർ ഫർദർ അനാലിസിസ് ഓഫ് ദ സ്പെസിമെൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്ക് പോയി നോക്കിയല്ലേ. അതിൽ 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട്, ഇലുമിനേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നമ്മൾ നോക്കി അതിൽ
സ്പെസിമെൻ ഉണ്ട്, ലൈറ്റ് സോഴ്സ് ഉണ്ട്. ലൈറ്റ് സോഴ്സിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു മിറർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അത് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പോകും. ഒബ്ജക്റ്റീവ് ലെൻസിൽ എന്താ ചെയ്യുന്നത്, അത് മാഗ്നിഫൈ ചെയ്യും ഇമേജിനെ. മാക്സിമം റിഫ്ലക്റ്റഡ് ലൈറ്റിനെ അത് എടുത്തിട്ട് ഇമേജിനെ മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് ഐ പീസിലേക്ക് തരും. ഐ പീസിൽ നമുക്കത് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൽ ഇൻ ബിറ്റ്വീൻ ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ഒരു കണ്ടൻസർ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്, ടു ഫോക്കസ് ലൈറ്റ് ടു ദി സ്പെസിമെൻ. പിന്നെ ഇവിടെ ഒരു മിറർ ഉപയോഗിക്കുന്നുണ്ട് ടു ഡയറക്റ്റ് ആൻഡ് ഫോക്കസ് ദ ലൈറ്റ് ടു ദ സ്പെസിമെൻ. ഓക്കെ. അപ്പോൾ അതിൽ ഒരു അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കിയത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അപ്പോൾ നമുക്ക് ഓർഡിനറി മൈക്രോസ്കോപ്പിൽ നമുക്ക് റേഞ്ച് ഓഫ് മാഗ്നിഫിക്കേഷൻ ഈസ് അബൌട്ട് 1000x. അപ്പോൾ മോർ ദാൻ 1000x മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേക്ക് പോകും. അതിൽ 2 ടൈപ്സ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഇൻസിഡന്റ് ഇലക്ട്രോൺ ബീം ഹിറ്റ് ഓൺ എ സർഫസ്, ഇറ്റ് വിൽ ഗിവ് 4 പോസിബിലിറ്റീസ് അല്ലേ? ഏതൊക്കെയാണ്? എക്സ്റേസ് കിട്ടും, ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, സ്കാറ്റേഡ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാവും, ദെൻ ട്രാൻസ്മിറ്റർ ഇലക്ട്രോൺസ് ഉണ്ടാവും. ദിസ് ട്രാൻസ്മിറ്റർ ഇലക്ട്രോൺസ് ആണ് നമ്മൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി 3 ടൈപ്പ് നമ്മൾ SCM സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫിഗേഴ്സ് നോക്കിയതാണ്, അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ രണ്ടും ഡിഫറൻസ് ആണ് ഇവിടെ നോക്കിയതാണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ സ്പെസിമെൻസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന റേസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഇമേജ് ഇസ് ഷോൺ ഓൺ എ ഫ്ലൂറസെന്റ് സ്ക്രീൻ. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ സാമ്പിളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് റേസ്, എക്സ്റേസ്, സെക്കൻഡറി റേസ്, ബാക്ക് സ്കാറ്റർ റേസ് എല്ലാം ഡിറ്റക്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇമേജ് ആയിട്ട് നമ്മൾക്ക് വ്യൂ ചെയ്യുന്നത് ത്രൂ എ ഡിറ്റക്ടറിൽ നിന്ന്. ഇതൊക്കെ നമുക്കൊരു ഇമേജ് സ്ക്രീനിൽ മോണിറ്ററിലേക്ക് നമുക്കതിനെ ഒരു വിത്തിനെ CPU പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കത് ഇമേജ് ആയിട്ട് തരും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കിയതാണ്. അതിന് രണ്ടിനും ഡിഫറൻഷിയേഷൻ TEM-ൻ്റെ SCM-ൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ബാക്കി നമുക്ക് ഇനി ഉള്ളത് ഒരു ചെറിയൊരു ഫിക്സ് ലോ കൂടിയുള്ള ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ്. 1 and 2 ഫിക്സ് ലോ, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഉണ്ട്. അത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഹവറിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ.